നമസ്കാരം കോഴിക്കോട്. എല്ലാവിധ ആശംസകളും. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. തൊട്ടടുത്ത് ശ്രീ പൃഥ്വിരാജ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പുതിയ മുഖം സിനിമയിലെ ആക്ഷൻ സീനാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. Thanks a lot for those amazing words. And നമുക്കറിയാം, ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള വാക്കുകളിലേക്ക്. അതിലേക്ക് തന്നെ നമുക്ക് കടക്കാം. നമ്മുടെ ഹീറോ ആണെന്ന് പറഞ്ഞു, കല്യാൺ സിൽക്സിന്റെ മുഖമാണ്. ആൻഡ് വലുതൊരെണ്ണം വരട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് എത്തി ഇന്നത്തെ ഒരു ദിവസം. എന്താണ് രാജുവിന് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഓവർ ടു യു പ്ലീസ്. നമസ്കാരം കോഴിക്കോട്. ഒരുപാട് നാളായി കോഴിക്കോട് വന്നിട്ട്. പണ്ട് സ്ഥിരമായിട്ട് സിനിമകൾക്ക് ഷൂട്ടിങ്ങിന് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. എൻ്റെ ആദ്യത്തെ സിനിമ നന്ദനം ലോഞ്ച് ചെയ്ത് കോഴിക്കോട് വെച്ചിട്ടാണ്. കോഴിക്കോട് രവീന്ദ്ര മാഷിന്റെ കമ്പോസിങ് കഴിഞ്ഞ് നന്ദനത്തിന്റെ ലോഞ്ച് ഫംഗ്ഷന് ശേഷം പ്രജ സിനിമ തിയേറ്ററിൽ കാണാൻ പോയ ഓർമ്മയാണ് എനിക്ക്. അന്നാണ് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ. ഈ ചൂടത്ത്, ഈ നോമ്പ് കാലത്ത് ഇത്രയും ജനം ഇവിടെ വന്ന് എത്തിയതിൽ ഒരുപാട് സന്തോഷം. കല്യാൺ സിൽക്സിന്റെ ആദ്യത്തെ ഷോറൂം ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് 2011 എന്നാണ് എൻ്റെ കണ്ണൂർ 2011 ഞാൻ ആദ്യം ഒരു ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. 4ാമത്തെ ഷോറൂമാണ്. ഇന്നിപ്പോ 2024 എത്തി നിൽക്കുമ്പോൾ 36ാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷനാണ് വീണ്ടും നടക്കുന്നത്. ഒരു വലിയ യാത്രയാണ്. ആ യാത്രയിൽ ഞാൻ പട്ടാഭിരാമൻ സാറിനോട് പറയും, ഇനിയിപ്പോ ഇത് ബ്രാൻഡ് അംബാസിഡർ എന്നൊന്നും പറയണ്ട, ഈ പ്രകാശനും മഹേഷിനുള്ളതിന് കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് എഴുതി തന്നേക്കൂ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തയിലാണ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കല്യാണ ചെലവിൽ ഒരു സിനിമ മാർക്കറ്റിംഗ് കൂടെ നടത്തി കളയാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള 2 പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ്, അതൊന്ന് കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന കമ്മിറ്റ്മെന്റും 2 ആട് ജീവിതം എന്ന സിനിമയുമാണ്. അതിൽ കല്യാൺ സിൽക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന കമ്മിറ്റ്മെന്റിന് ഇപ്പോൾ 13 വർഷത്തെ പ്രായമുണ്ടെങ്കിൽ ആട് ജീവിതം എന്ന സിനിമയുടെ യാത്ര 16 വർഷത്തെ യാത്രയാണ്. ആ യാത്രയുടെ പര്യവസാനം ഈ 28-ാം തീയതി നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം കേട്ടോ. ഒരുപാട് സന്തോഷം. കോഴിക്കോട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സഹോദരിമാർ എല്ലാവരും ഇവിടെ ഉണ്ട്. സുദീപില്ല ഇവിടെ, സുദീപുണ്ട്, സുദീപിന്റെ കൂടെ എല്ലാവരും. അപ്പൊ എത്തി ഇവിടെ വന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. കല്യാൺ സിൽക്സ് എന്ന ഈ പ്രസ്ഥാനത്തിന് കേരളത്തിലെ ജനത ഇത്രയും വർഷങ്ങൾ താങ്ക് യു അതൊന്നും എനിക്ക് എത്തിച്ചേരും. നമുക്ക് ആളെ ഒന്ന് കേട്ടുവിടും. അത് വരച്ചതാരാണോ അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടോ? ശ്രീകുമാർ. പതുക്കെ ഞാൻ എവിടെയും പോകില്ല. പതുക്കെ ആരാണ്? ശ്രീകുമാറാണ്. ഇവിടെ കയറി അയാളെ ഇങ്ങോട്ട് കയറ്റി വിടുക. ശ്രീകുമാർ കിട്ടുന്നു. ഒരു മിനിറ്റ്. വലിയ സന്തോഷം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കല്യാൺ സിൽക്സിനും ഡയലോഗേ ഇല്ലാത്തൊരു പടമാണ് മോനെ റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ഡയലോഗ് എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടത് മറ്റൊന്നാണ്. കുറെ നേരമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അജുവിന് ഒരു പാട്ട് പാടണമെന്നാണ് റിലീസ് ആകാൻ പോകുന്ന പടത്തിൽ സംഗീതം ചെയ്തിരിക്കുന്ന AR റഹ്മാൻ സാറാണ്.
അദ്ദേഹത്തിന്റെ പാട്ടുകൾ പരസ്യമായി പാടി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്കൊന്ന് IPC-യിൽ വരെ വകുപ്പുണ്ടെന്നാണ് ഒടുവിൽ കേട്ടത്. കുഴപ്പമില്ല, നമുക്ക് നേരത്തെ മന്ത്രി പറഞ്ഞു ഒരു സിനിമയെ കുറിച്ച്, പുതിയമുഖം എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു, അതിലും പാട്ടായാലും മതി ഞങ്ങൾക്ക്. ഞാൻ രണ്ടുപേരും ആടുജീവിതത്തിലെ പാട്ട് പാടാം. പെരിയോരേ റഹ്മാനേ പെരിയോരേ റഹീം അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടേ പെരിയോരേ റഹ്മാനേ പെരിയോരേ റഹീം പെരിയോരേ റഹ്മാനേ പെരിയോരേ. ഐശ്വര്യപൂർണമായ ഒരു തുടക്കത്തിന് നമ്മൾ ഏവരും ഒരുമിച്ച് ഇവിടെ ആക്കം കൂട്ടുകയാണ്. ഒരു നല്ല കൈയടി കൊടുക്കാം. അടുത്തതായി മേയറെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത തിരി തെളിയിക്കുന്നതിനായി. അഹമ്മദ് ദേവർകോവിൽ MLA അടുത്ത നമ്മുടെ മൂന്നാമത്തെ തിരി തെളിയിക്കുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു BB ചന്ദ്രൻ, മാതൃഭൂമിയുടെ ചെയർമാൻ എഡിറ്റർ, ചീഫ് എഡിറ്റർ. അദ്ദേഹത്തെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഓൾറെഡി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് അടുത്ത ആ ഒരു തിരി തെളിയിക്കുന്നത്. Managing Director M. Shreyam Kumar. അടുത്തതായി ഏറെ സ്നേഹത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ പൃഥ്വിരാജ് സുകുമാരൻ. BJP ജില്ലാ പ്രസിഡന്റ് സജീവൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത തിരി തെളിയിക്കുന്നതിനായി നമ്മുടെ കല്യാൺ സീസണിന്റെ ബ്രാൻഡ് അംബാസിഡർ പൃഥ്വിരാജ് സുകുമാരൻ.